കിച്ചൂട്ടാ, എന്താ ഏട്ടനോട് ഒന്ന് സംസാരിക്കടാ. നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ ഏട്ടന് സഹിക്കുന്നില്ല. ഞാൻ എന്തിനു സംസാരിക്കണം? 4 വർഷം എവിടെയോ പോയി കിടന്നവരോട് എനിക്ക് മിണ്ടേണ്ട ആവശ്യമില്ല. കിച്ചൂട്ടാ മോനെ, എന്നെ അങ്ങനെ വിളിക്കരുത്. എന്റെ കുഞ്ഞിനെ വേദനിപ്പിച്ച ആളാ നീ. നിനക്ക് വേണ്ടി അവളെല്ലാം ഉപേക്ഷിച്ചില്ലേ? നിന്റെ സന്തോഷത്തിന് വേണ്ടി അവള് സന്തോഷം വേണ്ടെന്ന് വെച്ചില്ലേ? നിനക്കറിയോ, നീ ഇവിടെ നിന്ന് പോയിട്ട് 4 വർഷമായി. ഈ 4 വർഷം നിനക്ക് വേണ്ടി ഓരോ വഴിപാടും കഴിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. തെളിവ് വേണോ? നിൽക്കുന്ന സത്യമായിട്ട് അവനോട് ചോദിക്കേ. കിച്ചു, മിണ്ടാതിരിക്കേ. എന്നെ കൊണ്ട് പറ്റില്ല സത്യേട്ടാ. അവളീ അവസ്ഥ കാണുമ്പോഴേ എനിക്ക് അറിയാതിരിക്കാൻ പറ്റുന്നില്ല. കരയല്ലേ കിച്ചൂട്ടാ. എന്താ എന്താ മോളെ? അവൾക്കൊന്നും വരില്ല, എനിക്കത് അറിയാം തയ്യാ. ഏട്ടാ ഇങ്ങനെ ഇരിക്കല്ലേ, എനിക്ക് കാണാൻ വയ്യ. ബാലയ്ക്കൊന്നും വരില്ല. മോളെ പവി, എന്താ അച്ഛാ? മോളെ അവൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല, പക്ഷെ അവളിപ്പോൾ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ദൈവത്തിന് നന്ദി, ദൈവം പ്രാർത്ഥന കേട്ടു. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ശരി മോളെ, നീ ചെല്ല്. മോളെ ഗൗരി. എന്താ ഏട്ടാ? പിന്നെ മോളെ നോക്ക്, ശ്രീക്കുട്ടം ഒന്നും കഴിച്ചിട്ടില്ല. നീ ചെല്ല്, വെള്ളവും മേടിച്ചു കൊടുക്കുക. ശരി, ഞാൻ അവനെ കൊണ്ട് എന്തായാലും മേടിച്ചു കൊടുത്തിട്ട് വരാം. ലക്ഷ്മി, ഇവിടെ വന്നിരിക്കെ, എന്നിട്ട് കഴിക്ക്. ഞാൻ കഴിക്കാം. ചേച്ചി, ഞാൻ വീട് വരെ പോയിട്ട് വരാം. ശരി, നീ പോയിട്ട് വാ. കാശി, നീ ഒന്ന് സംസാരിക്കട അവനോട്. പാവമല്ലേ ബിച്ചു. ചെല്ല്, എല്ലാം ഒന്ന് മറക്കട. ശ്രീ കണ്ണു തുറക്കുമ്പോൾ അവൻ വന്നിട്ട് നീ ഇപ്പോഴും പിണക്കത്തിലാണെന്ന് അറിഞ്ഞാൽ നീ ചെല്ല്. ശരിയാ നീ പറഞ്ഞത്. കിച്ചൂട്ടാ, സോറി ഏട്ടായി. ഞാൻ അപ്പോഴത്തെ വിഷമത്തിലും ദേഷ്യത്തിലും അങ്ങനെ സംസാരിച്ചതാ. സാരല്ല മോനെ. അവർ കെട്ടിപ്പിടിച്ചു. അവരെ പഴയതുപോലെ ആയി. അതെ. ദൈവത്തിന് നന്ദി. ശ്രീ കണ്ണു തുറന്നു. എന്താ? കുഞ്ഞു കണ്ണു തുറന്നു, ഒന്ന് കാണാൻ പറ്റോ? ഒരാള് കയറി കണ്ടോളൂ. ബിച്ചു ഏട്ടായി കയറി കാണാവളെ. ശരി. കുഞ്ഞൂസേ മോളെ, നിന്റെ വിച്ചോട്ടം വന്നടി. ശ്രീബാല പതുക്കെ കണ്ണു തുറന്നു. മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ടവൾ പൊട്ടിക്കരഞ്ഞു. അയ്യോ മോളെ, കരയല്ലേ. എന്റെ മോള് കരയണ്ട. ഏട്ടനി മോളെ വിട്ട് എങ്ങും പോകില്ല. സത്യമായിട്ട്. ഹായ് ഗായ്സ്, ഞാൻ വരാനുള്ള കാരണം, എപ്പിസോഡ് കുറച്ച് ബോറായിപ്പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എൻ്റെ ഫസ്റ്റ് FF അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ മിസ്റ്റേക്കൊക്കെ. പിന്നെ ഇനി ഒരു 3-4 എപ്പിസോഡും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ശ്രീബാല തീരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒള്ളി യു ഞാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പുതിയൊരു സ്റ്റോറി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് കമ്മിങ് സൂൺ ആണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് എഡിറ്റ് ചെയ്ത് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.